لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك. ജനങ്ങളെ ഹജ്ജിനായി ക്ഷണിക്കുക. കാൽനടയായും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തും വിദൂര ദിക്കുകളിൽ നിന്നും അവർ താങ്കളുടെ അടുക്കൽ എത്തിച്ചേരുന്നതാകുന്നു. മുസ്ലിം ജനസഞ്ചയത്തിന്റെ മറ്റൊരു വാർഷിക മഹാസംഗമം കൂടി പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ശുഭ്രവസ്ത്രധാരികളുടെ മഹാസംഗമം. ശാരീരിക സാമ്പത്തിക ശേഷിയുള്ളവർ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കണം എന്നാണ് മതശാസനം. സൗദി ഹജ്ജ് ക്വാട്ട സംവിധാനം അനുസരിച്ച് 1000 മുസ്ലിങ്ങളിൽ ഒരാൾക്ക് മാത്രമാണ് അവസരം. വലിയൊരു ജീവിതാഭിലാഷത്തിന്റെ പൂർത്തീകരണമാണിത്. നാല് സഹസ്രാബ്ദങ്ങൾ നീണ്ട ചരിത്രത്തെ ഉള്ളിലേറ്റുവാങ്ങുകയാണ് ഓരോ വിശ്വാസിയും. ഏകദൈവ സന്ദേശത്തിന്റെ പ്രവാചക മാതൃകയോട് ചേർന്ന് കിടക്കുന്ന ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെയും അതീവ ലളിതമാണ്. പക്ഷേ കൃത്യമായ സമയക്രമമുണ്ട്. നിയതമായ ഭൂമികയും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ലക്ഷങ്ങൾ ഒരുമിച്ച് ഒരേ സ്ഥലത്തും ഒരേ സമയത്തും അനുഷ്ഠിക്കേണ്ടതുണ്ട് കർമ്മങ്ങൾ. അള്ളാഹുവിന്റെ വിരുന്നുകാരാണ് ഹാജിമാർ. അവൻ ക്ഷണിച്ചിട്ടാണ് ദിക്കുകൾ താണ്ടിയുള്ള അവരുടെ പ്രയാണം. പാപപങ്കിലമായ ജീവിതം ദൈവസന്നിധിയിൽ പശ്ചാത്താപത്തോടെ സമർപ്പിച്ച് ഇപ്പോൾ പിറന്നു വീണ കുഞ്ഞിന്റെ വിശുദ്ധിയിലേക്കുയരാൻ ഹജ്ജ് അവസരമാകുന്നു. അതുപക്ഷേ എല്ലാ അർത്ഥത്തിലും സ്വീകാര്യമായ ഹജ്ജായിരിക്കണം. അതിനുള്ള പ്രതിഫലമായാണ് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടതും. 4000 വർഷം മുമ്പ് പ്രവാചകൻ ഇബ്രാഹിമിലൂടെയാണ് അള്ളാഹു ഹജ്ജിനുള്ള ആദ്യ ക്ഷണം നൽകിയത്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒടുവിലത്തേതുമാണ് ഹജ്ജ്. ഇത് ഏകദൈവ വിശ്വാസത്തിന്റെ ലോക കേന്ദ്രമായ വിശുദ്ധ കാബാലയം. ഇതാണ് ഹജ്ജിന്റെ കേന്ദ്രബിന്ദു. മിന, അറഫ, മുസ്ദലിഫ എന്നിവ ഉൾപ്പെടുന്ന മക്ക ഹജ്ജിന്റെ പ്രധാന ഭൂമികയായി മാറുന്നു. ഭൂമുഖത്ത് പണിതീർത്ത ആദ്യ ദൈവീക ഭവനമാണിത്. അൽ ഹജ്ജ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഉദ്ദേശിക്കുക എന്നാണ്. നിർണിത ചടങ്ങുകൾക്കായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കാബാലയം സന്ദർശിക്കാൻ ലക്ഷ്യമിട്ട് തീർത്ഥയാത്ര പുറപ്പെടുന്നതുകൊണ്ടാണ് ഹജ്ജ് എന്ന് വിളിക്കപ്പെട്ടത്. ഇസ്ലാമിക ഐക്യത്തിന്റെ, മാനവ സാഹോദര്യത്തിന്റെ, സാമൂഹ്യനീതിയുടെ, വിഭാഗീയതകൾ മറികടന്നുള്ള തുല്യതയുടെ വിളംബരമാണിത്. പ്രിയപ്പെട്ടതെന്തും ദൈവീക മാർഗത്തിൽ ബലിയർപ്പിക്കാനുള്ള ത്യാഗസന്നദ്ധതയാണ് ഹജ്ജ് അളക്കുന്നത്. മകൻ ഇസ്മായിലിനെ പോലും ദൈവത്തിനു വേണ്ടി ബലി കൊടുക്കാൻ സന്നദ്ധതയറിയിച്ച ഇബ്രാഹിം നബിയുടെ വികാര വായ്പിലേക്ക് ഓരോ ഹാജിയും ഉയരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് തിരസ്കാരത്തിന്റെയും സമർപ്പണത്തിന്റെയും മനസ്സു വേണം.
ആത്മീയവും മാനസികവും ശാരീരികവുമായ മുന്നൊരുക്കങ്ങളോടെ വേണം ഒരാൾ പുണ്യഭൂമിയിലെത്താൻ. ഹജ്ജിന്റെ ഓരോ ചുവടുകളിലും ഇത് പ്രധാനമാണ്. ചെയ്തുപോയ തെറ്റുകൾക്ക് മറ്റുള്ളവരോട് മാപ്പ് തേടിയും സാമ്പത്തിക ബാധ്യതകൾ പൂർത്തീകരിച്ചും വേണം ഇഹ്റാമിന്റെ വെള്ളവസ്ത്രം അണിയാൻ. അങ്ങനെ വരുമ്പോൾ തീർത്ഥാടകനോടൊപ്പം പ്രിയപ്പെട്ടവർ മാത്രമല്ല, നാടും നാട്ടുകാരും ഒന്നാകെ ഹജ്ജിന് പുറപ്പെടുന്ന വൈകാരികത കൈവരും. ഓർക്കുക, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമായ കർമ്മമാണ് ഹജ്ജ്. പിഴവുകളില്ലാതെ കുറ്റമറ്റ രീതിയിൽ അത് പൂർത്തീകരിക്കാൻ ഓരോ തീർത്ഥാടകനും വെമ്പൽ കൊള്ളുന്നു. കർമ്മങ്ങൾ തവാഫുകളൊക്കെ ചെയ്യാൻ കഴിഞ്ഞതിലും അതിൽ 1-2 പേർക്ക് ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞു എന്നുള്ള അനുഭൂതിയും പറഞ്ഞു. അപ്പോൾ ഏതായാലും നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത്. പുറമേ നിന്നുള്ള ഭൂരിഭാഗം തീർത്ഥാടകരും ജിദ്ദയിലെ ഹജ്ജ് ടെർമിനലിലാണ് വിമാനമിറങ്ങുന്നത്. ജിദ്ദ നഗരത്തിൽ നിന്ന് 73 കിലോമീറ്ററാണ് മക്കയിലേക്കുള്ള വഴിദൂരം. ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ 100 കണക്കിന് കിലോമീറ്ററുകൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് ഹജ്ജ് നിർവഹിക്കാനെത്തിയ പ്രവാചകരെയും പൂർവികരെയും ഓർക്കാതെ വയ്യ. ഇന്നിപ്പോൾ വിശാലമായ എക്സ്പ്രസ് വേയിലൂടെ യാത്ര സുഖദായകം. മക്കയെ വിശേഷിപ്പിച്ചത്. പുണ്യ കാബാലയം കാൺകെ ഓരോ വിശ്വാസിയുടെയും മനം നിറയും. എല്ലാം മറന്ന് കണ്ണീരോടെ അവർ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി കഴിഞ്ഞുകൂടുന്നു. മനുഷ്യരുടെ ആദ്യ പ്രതിനിധിയായ ആദം നബിയിലൂടെയാണ് വിശുദ്ധ ഗേഹത്തിന്റെ തുടക്കം. ചതുരത്തിലുള്ളത് എന്നാണ് കാബ എന്ന അറബി വാക്കിന്റെ ഭാഷാർത്ഥം. വരണ്ടുണങ്ങിയ മൊട്ടക്കുന്നുകളാൽ വലയം ചെയ്യപ്പെട്ട വിജനദേശമായിരുന്നു 4000 വർഷങ്ങൾക്കപ്പുറം ഇവിടം. പ്രിയപത്നി ഹാജറയെയും കുഞ്ഞുമകൻ ഇസ്മായിലിനെയും ഇവിടെ തനിച്ചാക്കിയാണ് ഇബ്രാഹിം തന്റെ ദൈവീക ദൗത്യത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത്. ദാഹിച്ചു വരണ്ട ഇസ്മായിലിന്റെ കരച്ചിൽ സഹിക്കാനാവാതെ സഹായം തേടി സഫാ മർവ മലകൾക്കിടയിൽ മാതാവ് ഹാജറ ഓടുകയായിരുന്നു. അതിന്റെ ഓർമ്മ പുതുക്കൽ എന്നോണം തീർത്ഥാടകർ സയ്യ് നടത്തുന്നു. ഹാജറയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ജീവാമൃതമായി ഇസ്മായിലിന്റെ കാലിനടിയിൽ നിന്നും പൊട്ടിയൊഴുകിയ ഉറവയാണ് സംസം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉത്തമ നിദർശനമായി സംസം ഇന്നും ജീവത്തായ ജലധാരയായി തുടരുന്നു. ഇബ്രാഹീമും ഇസ്മയിലും ചേർന്നാണ് കാബാലയം പണിയുന്നത്. മലക്കുകളുടെ സഹായവും അവർക്ക് ലഭിച്ചു. നിർമ്മാണവേളയിൽ ഇരുവരും പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, നീ ഇത് സ്വീകരിക്കണമേ. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണല്ലോ നീ. പിന്നീട് പലകുറി കാബാലയം പുതുക്കി പണിതു. കാബയുടെ താക്കോലിന്റെ പരമ്പരാഗത സൂക്ഷിപ്പുകാർ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷൈബിയുടെ കുടുംബമാണ്. കാബാലയത്തെ തൊവാഫ് അഥവാ
കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഈ ദിവസം തർബിയത്ത് ദിനമായും അറിയപ്പെടുന്നു. ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം മിനായിലേക്കുള്ള പുറപ്പെടൽ മാത്രമാണ് ഈ ദിവസത്തെ ചടങ്ങ്. പ്രത്യാശയുടെ താഴ്വരയാണ് മിന. നോക്കത്ത ദൂരത്തോളം തീ പിടിക്കാത്ത അസംഖ്യം തമ്പുകളുടെ ധവളിമയാണ് മിനായിൽ തീർത്ഥാടകരെ വരവേൽക്കുന്നത്. ഹാജിമാർ ഏറ്റവും കൂടുതൽ തങ്ങുന്ന കേന്ദ്രം കൂടിയാണ് മിന താഴ്വര. ദുൽഹജ്ജ് 9 ഏറ്റവും പ്രധാനം. സൂര്യോദയത്തിന് ശേഷം മിനായിൽ നിന്നും അറഫ ലക്ഷ്യം വെച്ച് തീർത്ഥാടക ലക്ഷങ്ങളുടെ പ്രയാണം ആരംഭിക്കുകയാണ്. ശുഭ്രസാഗരത്തിന്റെ ഒഴുക്കാവും പിന്നെ. ഹജ്ജിന്റെ ആത്മാവെന്നു പോലും വിശേഷിപ്പിക്കപ്പെടുന്നതാണ് അറഫ സംഗമം. മസ്ജിദുൻ നമറ പള്ളിയാണ് അറഫയിലെ പ്രധാന കേന്ദ്രം. അബ്ദുൽ അസീസ് ആലു ഷൈഖ് ഇക്കുറി തുടർച്ചയായ 33-ാം തവണയാണ് അറഫ ഖുതുബ നിർവഹിക്കുന്നത്. ഇരു കൈകളും വാനിലേക്കുയർത്തി ദീർഘനേരം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളിലൂടെ ദൈവീക സാമീപ്യം തേടുകയാവും ഹാജിമാർ. ഇബ്രാഹിമിന്റെയും ഇസ്മയിലിന്റെയും ത്യാഗമുദ്രകൾക്കൊപ്പം അന്ത്യപ്രവാചകൻ മുഹമ്മദിന്റെ ദീപ്തമായ ഓർമ്മകളും ഓരോ തീർത്ഥാടകന്റെയും ഉള്ളിൽ വന്ന് നിറയും അറഫയിൽ നിൽക്കുമ്പോൾ. ഓർക്കുക, പ്രവാചകൻ ഒറ്റത്തവണ മാത്രമായിരുന്നു ഹജ്ജ് നിർവഹിച്ചത്.